നോക്കിക്കൊണ്ടു. അപ്പൊ ഇനി ഞാനൊന്നും പറഞ്ഞില്ല. ഇത് കഴിഞ്ഞ് പറഞ്ഞ സമയത്താണ് ഒട്ടുപിടിക്കുക. അത് കണ്ട വേറെ എന്തോ വിചാരിക്കുമല്ലോ. ഇത് വീട് എങ്ങനെ പോയോ ട്രോളാവുമല്ലോ. കുറച്ച് സ്റ്റൈലിൽ ഇരിക്കാന്ന് ഒരു സാധാരണക്കാരനായിട്ടുള്ള എനിക്ക് എന്തിനാണ് ദൈവം ഇത്ര അധികം സൗന്ദര്യവും കഴിവും ഒരുമിച്ച് വാരിക്കോരി തന്നതെന്ന് ഈശ്വരാ, പാവത്തുങ്ങൾക്ക് ഇങ്ങനെ സൗന്ദര്യം തരല്ലേ. ഞാൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആൾക്കാരെന്നെ ഉറ്റുനോക്കും. ഞാനൊരു വലിയ സംഭവമാണ്. പിന്നെ ഇവൻ പറയുന്നത് വിശ്വസിക്കരുത്. ഇവൻ ഭക്ഷണം കഴിക്കാനും കള്ളം പറയാനും മാത്രമാണ് വാ തുറക്കുന്നത്. നിന്റെ ഒടുക്കത്തെ തുമ്പലാണെന്ന് നീ മറക്കണ്ട. ആണുങ്ങളുടെ സ്വഭാവമൊക്കെ വരുന്നുണ്ട്. എനിക്ക് സംശയിക്കണം. നീ പെണ്ണല്ലേ? ഞാൻ കണ്ടു ന്യായം പോലെ അല്ല, ഞാൻ ഫുൾ കണ്ടു. നിന്നും സ്ട്രോങ് ആയെന്ന് തോന്നിയത് നൂറ, ആദില, നൂറ എന്ന് പറയുമ്പോ രണ്ടും ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നു. ഇപ്പൊ രണ്ടും എന്റെ ഒരു കണ്ടസ്റ്റന്റ് ആയിട്ട് മാറിയിരിക്കുകയാണ്. ഞാൻ പിന്നെ കണ്ടസ്റ്റന്റ് ആയി മാറിയിരിക്കുകയാണ്. അപ്പോ ഇപ്പൊ നിഴല് പോലെയാണ് എനിക്ക് തോന്നിയത്. അപ്പൊ ഇപ്പൊ നൂറയാണ് ഇപ്പൊ എനിക്ക് സ്ട്രോങ് ആണ് തോന്നിയത്. കൊച്ചുമുതലാളി, എന്റെ കൊച്ചുമുതലാളി, ഇടഞ്ഞ കൊമ്പന്റെ ഇടിഞ്ഞ കൊമ്പന്റെ കണ്ണിൽ തോട്ടി കയറ്റുന്ന പോലെ സമ്മതിക്കൂ. എന്താ നിനക്ക് നാരങ്ങ കിട്ടി? നാണമില്ലേ നിനക്ക്? നിനക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ തരും എന്റെ നാരങ്ങ. നിനക്ക് വേണം? വാട ഇങ്ങോട്ടേ. എല്ലാവരുടെ മൈൻഡിൽ ഞാൻ കാണുന്നുണ്ട് ഹ്യൂമാനിറ്റി. നാണമില്ലാത്തവൻ എനിക്ക് തന്നിട്ടില്ല. വലിയ നാണുള്ള ഫൈറ്റ് ചെയ്തിട്ട് ഒരു വൃത്തിയായിട്ട് നാരങ്ങ വെള്ളം